എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ലൊരു ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല ചൂടുകാലമൊക്കെ അല്ലേ, അപ്പോൾ കുട്ടികൾക്ക് ഇടയ്ക്കെടുത്ത് കഴിക്കാൻ ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം നമ്മുടെ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ എളുപ്പമായില്ലേ. അപ്പോൾ അതിനായിട്ട് 2 സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്, 1 കപ്പ് നിറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ കുറച്ചെടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ഞാൻ ഫുള്ളും എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2 ഗ്ലാസ് പാലാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ 2 സ്പൂൺ കൊക്കോ പൗഡർ, 1 കപ്പ് പഞ്ചസാര, 2 ഗ്ലാസ് പാലും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ ഐസ്ക്രീം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നല്ല ബ്രാൻഡഡ് ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റാണ്. കുറച്ച് വാനിലയും അതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്, നന്നായി ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഐസ്ക്രീം വാങ്ങാണ്ടും കഴിഞ്ഞു, കുട്ടികൾക്ക് നമുക്ക് പേടിക്കാതെ നല്ല ഐസ്ക്രീം കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അത് ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഞാനതിനെ ഗ്യാസൊക്കെ ഓണാക്കി പതുക്കെ നന്നായി ഒന്ന് കുറുക്കി എടുക്കുകയാണ് കേട്ടോ. അതാ ഈ പരുവത്തിലാണ് ഞാനത് അടുപ്പത്തു നിന്ന് എടുക്കണേ. ഇങ്ങനെ ഒരു കുറുകിയ പരുവത്തിൽ കിട്ടണം. ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോറിൻ്റെ സ്റ്റാർച്ചും കൂടി ഞാൻ ലിക്വിഡ് പരുവത്തിൽ ചേർത്തേണ്ട, 1 സ്പൂണ് കോൺഫ്ലോർ പാലിൽ മുക്കി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് കട്ടിയായിട്ട് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വിപ്പിംഗ് ക്രീമാണ്. ഈ വിപ്പിംഗ് ക്രീമിനൊക്കെ 200 രൂപയാണ്. ഇങ്ങനെ ഒരു വിപ്പിംഗ് ക്രീം നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 2 കേക്ക് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ ഒരു ഐസ്ക്രീം നന്നായി ഒരു ഐസ്ക്രീം ഉണ്ടാക്കാനും നമുക്ക് തികയും. വിപ്പിംഗ് ക്രീം നന്നായി പതപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ നേരത്തെ ചേർത്ത ആ ക്രീമിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് തണുപ്പിച്ചെടുക്കുന്ന ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് നല്ല ബ്രാൻഡ് ഐസ്ക്രീം വാങ്ങുന്ന ഐസ്ക്രീമിൻ്റെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. കൊക്കോ പൗഡർ 100 രൂപ താഴെയുള്ളൂ. നമുക്ക് 2-3 കേക്കിനും അതുപോലെ തന്നെ ഐസ്ക്രീമിനൊക്കെ അത് തികയും. അപ്പോൾ അതുകൊണ്ട് കൊക്കോ പൗഡറും ഒരു വിപ്പിംഗ് ക്രീമൊക്കെ വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കേക്കും ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ നന്നായി ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇതാ ഇളക്കിയിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ പരുവത്തിലാണ് ഇത് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇതിനെ ഇനി നല്ല പാത്രങ്ങളിലേക്കായിട്ട് ഞാൻ ഒഴിച്ചു വെക്കുന്നുണ്ട്. ഞാൻ 2 അടച്ചു വയ്ക്കാവുന്ന 2 പാത്രത്തിലേക്ക് ഞാനിത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ 1/4 ഭാഗം ഉണ്ടായിരുന്നു, വേറൊരു പാത്രത്തിലേക്ക് 1/2 ഭാഗം ഉണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ചോക്കോ ചിപ്സ് എന്നൊക്കെ പണ്ട് ഞാൻ വിചാരിക്കാറുണ്ട് ഇതിനൊക്കെ നല്ല വിലയാണ്. പക്ഷേ വാങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് 100 ഗ്രാമിന് വെറും 30 രൂപയുള്ളൂ. 100 ഗ്രാം വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഒരു 3-4 പ്രാവശ്യം കേക്കിലേക്ക്, അതുപോലെ 3-4 പ്രാവശ്യം ഐസ്ക്രീമിലേക്കൊക്കെ എടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിനൊന്നും ഇത്ര വലിയ വിലയൊന്നുമില്ല. ഞാൻ അതിലേക്ക് ചോക്കോ ചിപ്സും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചോക്കോ ചിപ്സ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ മുകളിൽ മാത്രമായിരിക്കും, അപ്പോൾ ഇടയിലും ചോക്കോ ചിപ്സ് കിട്ടാവുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ സ്കൂപ്പ് എടുക്കുമ്പോഴും നമുക്ക് അതിലൊക്കെ ഈ ചോക്കോ ചിപ്സും കൂടി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഐസ്ക്രീം കഴിക്കാൻ. വീട്ടിൽ കുട്ടികളുള്ളവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു നോക്കും. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും തോന്നും. ഇനി വെക്കേഷനൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഇടയ്ക്ക് ഫ്രിഡ്ജിൽ ഇതുപോലെ, ഇതിപ്പോൾ ഞാൻ 2 ഗ്ലാസ്സിലല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. 4 ഗ്ലാസ് പാലെടുത്തിട്ട് ഇതിൻ്റെ അളവൊക്കെ ഇരട്ടിയാക്കി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു 4 പാത്രത്തിൽ ഐസ്ക്രീം ആക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഓരോ ബാച്ചായിട്ട് നമുക്ക് പുറത്തേക്ക് എടുത്താൽ മതി, ആവശ്യത്തിന് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം. അതല്ലെങ്കിൽ ആ ചോക്ലേറ്റ് സിറപ്പ് എടുത്തു വെച്ചിട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു ദിവസം രാത്രി വെച്ച് പിറ്റേ ദിവസം ഞാൻ അടുത്തേക്കാണ്, അതിലെ പകുതിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പിള്ളേർ തന്നെ എടുത്തു. ഇങ്ങനെ നല്ല കട്ടിയുള്ള ഐസ്ക്രീമാണ് ഉണ്ടാവുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. 1 സ്പൂണ് വായിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്വാദാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കൂ. എനിക്ക് കഴിച്ചിട്ട് മതിയായില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ വീട്ടിൽ മക്കൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കൂ, അവർക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇനി അല്പം ഗാർഡൻ വിശേഷങ്ങളാണ്. അന്ന് വളട്ട് കൊടുത്തിരിക്കുന്ന ബോഗൻവില്ലയാണ്. ഞാനിത് ഫ്രണ്ടിൽ കാർ പോർച്ചിൻ്റെ മുന്നിൽ ആർച്ച് പോലെ ആക്കണം എന്ന് പറഞ്ഞ് ഒരു ഭാഗത്ത് വെച്ച് കൊടുത്തിരിക്കുന്നതാണ്. മറുഭാഗത്തെ നല്ലോണം നീണ്ട് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇതിനെയും കൂടി നീണ്ട് മുകളിലേക്ക് എത്തിച്ച് 2നെയും കൂടി കൂട്ടി ചേർത്തിട്ട് വേണം എനിക്ക് ആർച്ചാക്കിയിട്ട് മാറ്റാൻ. എന്തായാലും അടുത്ത കൊല്ലമൊക്കെ ആകുമ്പോഴേക്കും കാർ പോർച്ചിൻ്റെ മുകളിൽ ഒരു ആർച്ച് പോലെ ഞാൻ ബോഗൻവില്ലയെ മാറ്റിയിട്ടുണ്ടാവും.
ഇനി ഞാൻ കാണിക്കുന്നത് അന്ന് ഞാൻ ബോൺസായി ആയിട്ട് വെട്ടി നിർത്തിയിരുന്ന ചെടിയാണ്. കണ്ടോ, ഇതിൻ്റെ ഇലകൾക്കൊരു പ്രത്യേക ഭംഗിയാണ്. ആ പുതിയതായിട്ടുണ്ടാവുന്ന ഇലകൾ നല്ല റോസ് നിറമാണ്. പിന്നെ ഇലകൾ ഒന്ന് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റോസ് നിറമൊക്കെ മാറി പച്ചയും മഞ്ഞയും കലർന്നിട്ടുള്ള ഒരിലയായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയുള്ള ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ആ ചെടി തന്നെ നമ്മുടെ ഗാർഡൻ്റെ ഒരു സെൻറ്റർ പോയിൻ്റ് ആയിട്ട് മാറും. അപ്പോൾ വീട്ടിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഇടയ്ക്കിടയ്ക്ക് വെട്ടിക്കൊടുക്കൂ കേട്ടോ. ഇനി ഞാൻ വളമിട്ട് കൊടുത്തിരിക്കുന്ന കുറച്ച് ചെടികൾ പൂത്തതാണ് കാണിക്കുന്നത്. കുറച്ച് അഡീനിയം കളക്ഷൻ എനിക്കുണ്ട്. അപ്പോൾ അഡീനിയത്തിനും അത് ഈ വളമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേക ഭംഗിയാണ്. അതിൻ്റെ പൂക്കൾക്കൊക്കെ നല്ല നിറം ഉണ്ടാവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കുങ്ങണി അന്ന് വച്ചതിനെയൊക്കെ വെട്ടിയിട്ടുണ്ട്, എന്നാൽ അത് വീണ്ടും പൂവായിട്ടുണ്ട്. ജമന്തികളൊക്കെ പൂവിട്ട് കഴിഞ്ഞിട്ട് ഞാൻ അതിനെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ജമന്തിയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, പൂവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൂവ് വയസ്സാവുമ്പോൾ അതങ്ങോട്ട് വെട്ടിക്കൊടുക്കുക, കംപ്ലീറ്റ് വെട്ടിക്കൊടുക്കുക. അപ്പോൾ പുതിയത് വരുന്ന മുകളത്തിൽ നിന്ന് വീണ്ടും വീണ്ടും നിറച്ച് പൂക്കൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ജമന്തി ആ പൂവോടുകൂടി പിന്നെ അത് വയസ്സായ ആ ചെടി നശിച്ചു പോകും. അപ്പോൾ നമുക്ക് വെട്ടുന്നതിലൊരു ബുദ്ധിമുട്ടും വേണ്ട, വെട്ടിയാൽ മാത്രമേ നമ്മൾ ചെടി നന്നായിട്ട് വളരുള്ളൂ കേട്ടോ. ഇതൊരു വെള്ള ആന്തൂറിയാണ്, നല്ല ഭംഗിയുണ്ടല്ലേ. വെള്ള ആന്തൂറിയത്തിന് പ്രത്യേക ഭംഗിയാണ്. വെള്ള അടീനിയത്തിന് നല്ല ഭംഗിയാണ് അല്ലേ. അതുപോലെ തന്നെ വെള്ള കൊങ്ങിണിപ്പൂവുണ്ട്. സാധാരണ അടീനിയങ്ങൾ തന്നെയാണ് ഇത്, എങ്കിലും ഒരേ വിത്തിട്ട് മുളച്ചു വരുമ്പോഴും അതിന് പല പല കളറുകൾ കിട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിന് ഇത്തിരി കൂടുതൽ കളറ് ഉള്ള അടീനിയായിട്ട് തോന്നിയിട്ടുണ്ട്. ശരിക്കും ഒരു ചുമപ്പിൻ്റെ വെറൈറ്റിയിലേക്ക് അത് വന്നിട്ടുണ്ട്. അപ്പോൾ അടീനിയങ്ങൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും അടീനിയങ്ങൾ നന്നായിട്ട് പൂവിടുന്നത് കാണാം. മഞ്ഞക്കൂങ്ങിണിയും വെട്ടി ഒതുക്കിയതാണ്, അതും വീണ്ടും വളർന്നിട്ടുണ്ട്. അപ്പോൾ ഈ അടീനിയത്തിന് മാത്രം ഇത്തിരി കളറ് കുറവുള്ള അടീനിയ, എനിക്ക് തോന്നുന്നത് അതിന് ഇലകൾ കൂടുതലായതുകൊണ്ടാണെന്നാണ്. പിന്നെ ഈ മോർണിംഗ് ഗ്ലോറി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചെടിയാണ്. അതിൻ്റെ പൂ കാണാൻ തന്നെ നല്ല മനോഹരമാണ് അല്ലേ. ഞാൻ മുകളിലെ കമ്പിയിലും കുറച്ച് ചെടികൾ തൂക്കിയിട്ടുണ്ട്. ഒരു നീലപ്പൂവുണ്ട്, ഇത് നമ്മുടെ ഡിഷീഡിയാണ്, സാധാ വെറൈറ്റിയാണ്. അതുപോലെ തന്നെ ആ നീലപ്പൂ കമ്മൽപ്പൂ പോലെ നിറച്ച് പൂവിടുന്ന ഭംഗിയാണ്. ഇത് ഡിഷീഡിയയുടെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ്. അപ്പോൾ ഡിഷീഡിയ എന്ന് പറഞ്ഞ ചെടി എനിക്ക് തോന്നിയിട്ടുള്ളത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല വളർത്താൻ എന്നുള്ളതാണ്. വെറും വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതാണ് ഞാൻ പറഞ്ഞ ബോഗൺവില്ലയുടെ ഒരറ്റത്ത് ആർച്ചിൻ്റെ ഒരറ്റത്ത് വെച്ചിരിക്കുന്ന ബോഗൺവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൂര്യപ്രകാശത്തിൽ എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്ന കമ്പുകളിലൊക്കെ പുതിയ നാമ്പുകൾ ധാരാളം ഇട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ നാമ്പുകളിലൊക്കെ പൂവുണ്ടാവും. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ചേർത്ത് കെട്ടി വയ്ക്കുകയാണെങ്കിൽ നല്ല ബോഗൺവില്ലയുടെ നല്ലൊരു ആർച്ചായിട്ട് മാറും. എന്തായാലും അടുത്ത കൊല്ലമൊക്കെ ആകുമ്പോഴേക്ക്, വേനലാകുമ്പോഴേക്ക് ഞാൻ ഈ രണ്ട് ഭാഗത്തുള്ള ബോഗൺവില്ലകളെ ആർച്ചാക്കിയിട്ട് കംപ്ലീറ്റ് ആക്കും കേട്ടോ. ഗാർഡനിൽ ഒരു നിറച്ച് പൂക്കൾ ഉണ്ടാവാൻ ഏറ്റവും നല്ല ചെടിയാണ് ഈ വിൻക. വില കുറവാണ്, എന്നാൽ ധാരാളം പൂക്കളും ഉണ്ടാവും. അപ്പോൾ ഇത് കമ്പ് കുത്തിപ്പിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ധാരാളം നമുക്ക് തൈകൾ ഉണ്ടാക്കാം. അപ്പോൾ ഒരു വിൻക ചെടി ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും തൈകൾ അതിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും. വീണ്ടും ഞാൻ ആ ബോൺസായുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൻ്റെ മനോഹാരിത നിങ്ങളെ ഒന്നുകൂടി കാണിച്ചു തരികയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് വരാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.